ഹായ് ഗൈസ്. സോ നമ്മൾ ലാസ്റ്റ് സെഷനിൽ മോങ്കോ ഡി ബി സെറ്റപ്പ് ചെയ്യണം എങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിരുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് എറർ ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ സെറ്റപ്പിൻ്റെ ഇടയിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്താൽ എനിക്ക് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഫിക്സ് ചെയ്ത് തരാം. ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫിക്സ് ചെയ്ത് തരാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഗൈഡ് ചെയ്ത് തരാൻ പറ്റും. എനിക്ക് ഇവിടുന്ന് ഫിക്സ് ചെയ്യാൻ പറ്റില്ല, അറ്റ്ലീസ്റ്റ് ഗൈഡ് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ മോങ്കോ ഡി ബിയുടെ സെറ്റപ്പ് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ സ്കീമ ഫയൽ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ പുതിയ പ്രൊജക്റ്റാണ്, അതിൽ നമ്മൾ കോഡൊന്നും ഗോ ത്രൂ ചെയ്തിട്ടില്ല. അപ്പോൾ സ്കീമ ഫയലൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ സ്കീമ ഫയൽ നമുക്ക് കോഡ് വഴി ചെക്ക് ചെയ്യാൻ പറ്റും, ഒന്നാമത്തെ കേസ്. പക്ഷെ അത് അതിനേക്കാളും ഇത്തിരി ഈസിയസ്റ്റ് വേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 4000 ഇപ്പോൾ നിങ്ങൾ റൺ ചെയ്യുന്നുണ്ടാവുമല്ലോ ആപ്ലിക്കേഷൻ, NPM ഇൻസ്റ്റാളൊക്കെ ചെയ്ത് മോങ്കോ ഡി ബിയുടെ സെറ്റപ്പൊക്കെ ചെയ്ത ശേഷം സർവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ലോക്കൽ ഹോസ്റ്റ് കോൾ 4000/GraphQL എന്ന് പറഞ്ഞിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ വരുന്നുണ്ടാവും. സോ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി ടൂളാണ് ഈ സാധനം, ഈ ഗ്രാഫിക്കൽ എന്ന് പറഞ്ഞാൽ. കാരണം നമുക്ക് ഡോക്യുമെൻറ്റേഷൻ ഒന്നും എന്താ പറയുക ഓട്ടോ ജനറേറ്റഡ് ആയിട്ട് വരും. നമ്മൾ കോഡൊന്നും സ്കീമ ഫയലിൽ പോയി എന്താണ് സ്കീമ ഫയൽ ഇതൊക്കെ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ടൂളിൽ തന്നെ സൂപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഇതിൽ ഈ ടൂള് റൺ ചെയ്ത ശേഷം ഒരു ഡോക്ക് സെക്ഷൻ ഉണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഡോക്ക് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത്. സോ ഡോക്ക് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്ത് ഡാറ്റയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ, എന്തൊക്കെയുണ്ട് സ്കീമ ഫയൽ എഴുതിയിരിക്കുന്ന കോഡ് എന്തൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് കുറച്ച് ഐഡിയ കിട്ടും. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് റൂട്ട് ക്വറി ടൈപ്പും ഉണ്ട്, മ്യൂട്ടേഷൻ ഉണ്ട്. ഈ രണ്ട് ഇത് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ റൂട്ട് ടൈപ്സിൽ. ഓക്കെ, സോ ഞാനിപ്പോൾ റൂട്ട് ക്വറി ടൈപ്പ് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ റൂട്ട് ക്വറി ടൈപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഒരു ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് ആണ്, എന്ന് വെച്ചാൽ യൂസറിന് ഒരു ലിസ്റ്റ് ക്വറി ചെയ്തെടുക്കാനായിട്ട്, ലൈക്ക് എനിക്കൊരു എല്ലാ സോങ്സിൻ്റെ ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചോദിക്കാം. പിന്നെ നമുക്കൊരു സ്പെസിഫിക് സോങ് മാത്രം മതി, ഒരു ID പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സ്പെസിഫിക് സോങ് വേണമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഒരു സ്പെസിഫിക് ലിറിക്ക് വേണം, ലൈക്ക് ഒരു പെർട്ടിക്കുലർ വരി വേണം, ആ വരിയുടെ ID പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ID കിട്ടും എന്നുള്ളത്. ഓക്കെ, നമുക്കിനി ഇത് നോക്കണം, സോങ് ടൈപ്പ് നോക്കാം എന്താണെന്നുള്ളത്, സോങ് ടൈപ്പ് എന്നുള്ളത്. ഓക്കെ, സോ ഞാൻ സോങ് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അതിൽ ID, ടൈറ്റിൽ, പിന്നെ ഒരു ലിറിക്സിൻ്റെ അറേ ഉണ്ടെന്ന് കാണാൻ പറ്റും. വരികളുടെ ഒരു അറേ ഉണ്ടാവും. കാരണം ഒരു പാട്ട് എന്ന് പറയുമ്പോൾ കുറേ വരികളുണ്ടാവുമല്ലോ, അപ്പോൾ വരികൾ അറേ ആക്കിയിട്ട് വരികളുടെ ഒരു അറേ ഉണ്ടാവും ആക്ച്വലി. ഓക്കെ, സോ ഞാൻ ഈ ലിറിക്ക് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാണ്. ലിറിക് ടൈപ്പ് എഴുതിയിട്ടുണ്ടല്ലോ ഇവിടെ, ആ ലിറിക് ടൈപ്പ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ വരികൾക്കും എന്താ പറയുക ഒരു കറസ്പോണ്ടിങ് ID ഉണ്ട്. പിന്നെ ആ വരിക്ക് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മളൊരു കൗണ്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ മുമ്പത്തെ മോക്കപ്പിൽ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലൈക്കിൻ്റെ ഒരു കൗണ്ട് നമുക്ക് എടുക്കണം. പിന്നെ കണ്ടൻറ്റ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ ആ വരി തന്നെയാണ്, എന്താണ് എഴുതിയിരിക്കുന്ന ആ വരി എന്നുള്ളത്, നമ്മൾ സോങ്ങിൻ്റെ വരിയാണ് ഉദ്ദേശിക്കുന്നത് കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ സോങ് എന്ന് പറഞ്ഞാൽ അത് ഏത് സോങ്ങിലേക്കുള്ള വരിയാണെന്നുള്ളതാണ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളൊരു സോങ് ടൈപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു പോകും. ഇതൊരു എന്താ പറയുക 2-വേ റിലേഷൻഷിപ്പ് കണ്ടോ, ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്, ലിറിക്കിൽ നിന്ന് നമുക്ക് ഇതും കാണാം, ഇവിടെ നിന്ന് കാണാം. അപ്പോൾ 2-വേ റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്കൊരു സോങ് ചോദിക്കാൻ പറ്റും, ഏത് വരിയാണ് ബിലോങ് ചെയ്യുന്നത് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഒരു ലിറിക്ക് വെച്ചിട്ട് നമുക്ക് സോങ് ചോദിക്കാനും പറ്റും. ഓക്കെ, സോങ് വെച്ച് ലിറിക്ക് വയ്ക്കാൻ പറ്റും, ലിറിക്ക് വെച്ച് സോങ് ചോദിക്കാൻ പറ്റും ഉള്ള രീതിയിൽ 2-വേ റിലേഷൻഷിപ്പ് അത്. ഓക്കെ, നമുക്കിനി മ്യൂട്ടേഷൻസ് ചെക്ക് ചെയ്യാം. സോ ഇതാണ് ഈ ക്വറി ടൈപ്പ് നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി മ്യൂട്ടേഷൻസ് നമുക്ക് ചെക്ക് ചെയ്ത് വെക്കാം. ഞാൻ മ്യൂട്ടേഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും 4 ഡിഫറെൻറ്റ് മ്യൂട്ടേഷൻ സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഓക്കെ, സോ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് സോങ് ഒന്ന് ആഡ് ചെയ്യാം, ആഡ് സോങ് എന്ന് പറഞ്ഞിട്ട്. പിന്നൊന്ന് ഒരു ലിറിക്ക് ആഡ് ചെയ്യാം. ആക്ച്വലി എക്സിസ്റ്റിംഗ് സോങ്ങിന്, ഓൾറെഡി ഉള്ള സോങ്ങിന് വേണമെങ്കിൽ ഒരു വരി ആഡ് ചെയ്യണമെങ്കിൽ, അഡീഷണൽ വരി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വരി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ലൈക്ക് ചെയ്യാം. ആക്ച്വലി ഒരു വരിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, ആ പാട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ID പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ് നൗ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ വെച്ചാൽ നമ്മളൊരു സോങ് ആഡ് ചെയ്തിട്ട് ഒരു വരി നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങാം പതുക്കെ. സോ ഫസ്റ്റ് മ്യൂട്ടേഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ മ്യൂട്ടേഷനിൽ നമ്മൾ കണ്ടല്ലോ ഒരു ആഡ് സോങ് ഉണ്ട്, ആഡ് ലിറിക്സ് സോങ് ഉണ്ട്. സോ നമ്മൾ 1 by 1 വെച്ച് കവർ ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ന് വെച്ചാൽ ഒരു ആഡ് സോങ് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ട് നമ്മളിവിടെ മ്യൂട്ടേഷൻ എഴുതാണ്. മ്യൂട്ടേഷൻ
എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഒരു പുതിയ സോങ് ആണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളത്. സോറി, മ്യൂട്ടേഷൻ ആഡ് സോങ് ടൈറ്റിൽ നമുക്ക് വേണം കൊടുക്കുന്നത്. അപ്പം ഞാൻ ടൈറ്റിൽ ഒരു പാട്ടിൻ്റെ ടൈറ്റിലാണ് ഞാനിപ്പോൾ ചുമ്മാ ഒരു റാൻഡമായിട്ടൊരു ഇംഗ്ലീഷ് പാട്ട് ചെയ്താണ്. ഓക്കെ, വിസ്പർ ഓഫ് കോഡ് എന്ന് പറഞ്ഞിട്ട് വിസ്പർ ഓഫ് കോഡ്. എന്നിട്ട് ഞാൻ ഉള്ളിൽ ID, എനിക്ക് തിരിച്ചൊരു ID കിട്ടണം. ഓക്കെ, സോ മ്യൂട്ടേഷൻ ഞാൻ കൊടുത്തു. അതിൽ മ്യൂട്ടേഷനിൽ ആഡ് സോങ് എന്നുള്ള മ്യൂട്ടേഷനാണ് ഞാൻ വിളിക്കുന്നത്. ടൈറ്റിൽ വിസ്പർ ഓഫ് കോഡ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ ഒരു പാട്ടിൻ്റെ ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഒരു ID തിരിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ID കിട്ടാനാണ്. ഇപ്പോൾ ഒരു പുതിയ സോങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ ഒരു ID ബാക്കെൻഡിൽ ജനറേറ്റ് ആവും ഡാറ്റാബേസിൽ. അപ്പോൾ നമുക്ക് ആ ID തിരിച്ചു കിട്ടും. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ID തിരിച്ചു കിട്ടും. ഓക്കെ, സോ ദാറ്റ് ID ഈസ് കമ്മിങ് ഫ്രം ദി MongoDB ആണ്. എന്ന് വെച്ചാൽ MongoDB എന്നാണ് ആ ID നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഈ ഞാൻ റൺ ചെയ്ത് ഇത്തിരി വലിയ സ്ട്രിങ് ആയിരിക്കും മോസ്റ്റ്ലി വരുന്നുണ്ടാവുക. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു സ്ട്രിങ് വന്നു. ഇത് ആക്ച്വലി MongoDB നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ID ആണ്. ഓക്കെ, നമ്മുടെ ആക്ച്വൽ ഡാറ്റാബേസ് സെറ്റപ്പ് ചെയ്ത ഡാറ്റാബേസിൽ ഇപ്പോൾ ഡാറ്റ ആഡ് ചെയ്തിട്ടുണ്ട് ഐഡിയലി. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ അവിടുന്ന് വന്ന ID ആണ് ഇത്. ഓക്കെ, ഇത് യൂണീക്ക് ആയിരിക്കും, ഗ്ലോബലി യൂണീക്കാണ് ഈ ID. അതുകൊണ്ടാണ് ഇത്തിരി വലിയ ആൽഫ ന്യൂമറിക്കായിട്ടൊക്കെ വന്നേക്കുന്നത്. ഓക്കെ, സോ നമുക്കിപ്പോൾ സോങ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ സോങ് ഇത് കോപ്പി ചെയ്യാണ്. ഓക്കെ, ഞാൻ ID ഒന്ന് പേസ്റ്റ് ചെയ്ത് ഒന്ന് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ID. അപ്പോൾ ID ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു അടുത്ത മ്യൂട്ടേഷൻ നമ്മൾ എഴുതുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു ലിറിക് ആഡ് ചെയ്യാനായിട്ട് ഒരു വരി. ഇപ്പോൾ സോങ് ആഡ് ചെയ്തു, നമ്മൾ സോങ്ങിൻ്റെ എന്താ പറയുക ടൈറ്റിലൊക്കെ കൊടുത്ത് ഒരു സോങ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ സോങ്ങിൻ്റെ ടൈറ്റിൽ മാത്രമല്ല ഒരു വരിയും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അടുത്ത മ്യൂട്ടേഷൻ എഴുതേണ്ടതുണ്ട്. അടുത്ത മ്യൂട്ടേഷൻ എഴുതുന്നത് നമ്മൾ ഓൾറെഡി അവൈലബിൾ ആയ ആഡ് ലിറിക് ടു സോങ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മ്യൂട്ടേഷനാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ സോങ് ID പാസ് ചെയ്യണം. സോങ് ID എന്താണ്, നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത കോപ്പി ചെയ്ത ID ഇല്ലേ, ഈ ID ഇത് തന്നെയാണ് സോങ് ID. അപ്പോൾ ആ സോങ് ID നമ്മൾ പാസ് ചെയ്യും ഇവിടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ കോമ നമ്മൾ കണ്ടൻറ്റ് പാസ് ചെയ്യേണ്ടതുണ്ട്. കണ്ടൻറ്റ് ബേസിക്കലി എന്ന് പറഞ്ഞാൽ എന്താണ് വരി എന്നുള്ളതാണ്. സോ സോങ് ID നമ്മൾ പാസ് ചെയ്യുന്നു, കറസ്പോണ്ടിങ് ഒരു വരിയും നമ്മൾ എഴുതണമല്ലോ. ഒരു വരി സോങ്ങിന് വരികളുടെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മളൊരു വരിയും കൂടി എഴുതണം. സോ ഞാൻ ഒരു ഫസ്റ്റ് വരി എഴുതാണ്. ഓക്കെ, ഞാൻ എന്തൊക്കെയോ വലിച്ച വരി എഴുതാണ്. സോ സോങ് ടൈറ്റിൽ വിസ്പർ ഓഫ് കോഡ് ആണെങ്കിൽ ഫസ്റ്റത്തെ വരി ഇൻ സർക്യൂട്ട് ഡീപ്പ് വേറെ ഡാറ്റ ഫ്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എഴുതി വെച്ചേക്കാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക, ഇവിടെ എനിക്കൊരു ID കിട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ID തന്നെ മെൻഷൻ ചെയ്തു. ഓക്കെ, ID ഞാൻ മെൻഷൻ ചെയ്ത് കിട്ടണം. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി മ്യൂട്ടേഷൻ ആൻഡ് സോങ്ങിൻ്റെ ID ഞാൻ പാസ് ചെയ്തു. കണ്ടൻറ്റ് ചുമ്മാ ഒരു വരി എഴുതി വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ID കൊടുത്തു. ഇനി നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ID കിട്ടും. ഓക്കെ, സോ ഞാനിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ID കിട്ടി. സോ ID കിട്ടിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ആക്ച്വലി നമുക്ക് ഈ ID കിട്ടുന്നത് സോങ്ങിൻ്റെ ID തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ മോഡിഫൈ ചെയ്ത ഈ സോങ്ങിൻ്റെ ID തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് ലിറിക്ക് ഇത് വരിയുടെ ID അല്ല, സോങ്ങിൻ്റെ ID ആണ്. ഇതെന്തുകൊണ്ടാണ് നമ്മളിത് എടുക്കണേന്നുള്ളത് ഞാൻ ക്ലയൻറ്റ് സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ റിയാക്റ്റിലൊക്കെ ഒന്ന് വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഇതൊന്നുകൊണ്ടാണ് ലിറിക്കിൻ്റെ ID അല്ല സോങ്ങിൻ്റെ ID വരണേന്നുള്ളതൊക്കെ. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്താ ഒരു സോങ് ആഡ് ചെയ്തു, ഒരു വരി ആഡ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇനി വെച്ചാൽ ഒന്ന് ഫെച്ച് ചെയ്ത് നോക്കാം നമ്മുടെ കയ്യിൽ. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത സാധനമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനത് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോങ്സ് ഞാൻ വെച്ചാൽ ID ടൈറ്റിൽ
ടൈറ്റിൽ ലിറിക്കിൻ്റെ ഉള്ളിൽ ഒരു അറയാണല്ലോ കണ്ടൻറ്റ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ആഡ് ചെയ്തു സോങ്സ് ID ഞാൻ ആഡ് ചെയ്തു, ടൈറ്റിൽ ആഡ് ചെയ്തു, പിന്നെ ലിറിക്സിനുള്ളിലേക്ക് കണ്ടൻറ്റ് വേണം, എന്തൊക്കെയാണ് വരികൾ എന്നുള്ളത് എനിക്കറിയണം. ഓക്കെ, ഞാൻ റൺ ചെയ്ത് നോക്കാം. നമ്മൾ എഴുതിയ കോഡ് വന്നു. ആക്ച്വലി റൺ ചെയ്തപ്പോൾ എനിക്ക് ID കിട്ടി, സോങ്ങിൻ്റെ ID കിട്ടി, സോങ്ങിൻ്റെ ടൈറ്റിൽ കിട്ടി, നമ്മൾ എഴുതിയ വരി. ഇപ്പോൾ നമ്മൾ ഒരു വരി എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ വന്നു. അടുത്ത വരിയാണെങ്കിൽ ഇതിലൊരു ഒബ്ജക്റ്റ് പോലെ ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആഡ് ചെയ്ത് കണ്ടൻറ്റ് രണ്ടാമത്തെ വരി വരും. ഇപ്പോൾ നമ്മൾ ഒരു വരി ആയതുകൊണ്ട് ലിറിക്സിൻ്റെ ഉള്ളിൽ കണ്ടൻറ്റ്, ലിറിക്സ് അറേ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതിൻ്റെ ഉള്ള അറേ ഫസ്റ്റ് ഒബ്ജക്റ്റ് വന്നിട്ട് ഒബ്ജക്റ്റിൽ കണ്ടൻറ്റിൽ നമ്മൾ ഫസ്റ്റ് വരി എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് നമ്മുടെ ചെറിയൊരു ഫസ്റ്റ് പീസ് ഓഫ് ഡാറ്റയാണ് നമ്മളൊന്ന് നോക്കിയത്, നമ്മുടെ ഡാറ്റാബേസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഡാറ്റാബേസ് റീഫ്രഷ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാനത് ഗോത്രൂ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്, ഡാറ്റാബേസ് എവിടെ കിടക്കണേന്നുള്ളത് ഞാനും വർക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. സോ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. ഡാറ്റാബേസിൽ റീഫ്രഷ് ചെയ്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിയൽ ഡാറ്റാബേസിൽ ഈ ID ഒക്കെ ജനറേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ചെറിയ ID കിട്ടി, ഇത് ഡാറ്റ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള നമ്മുടെ ആപ്ലിക്കേഷനിൽ. സോ നമുക്ക് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം ഇന്നത്തെ സെഷനിൽ. നമ്മൾ അടുത്ത സെഷനിൽ നോക്കാം എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഏത് പോർഷനാണ് അടുത്തത് കോഡിൽ കണ്ടിന്യൂ ചെയ്യേണ്ടത്, നമുക്ക് അടുത്ത സെഷനിൽ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ, ഞാൻ റാപ്പ് അപ്പ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോയിൽ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ് യൂഷ്വൽ കമൻസിലൊക്കെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ട്രൈ ടു ഫിക്സ് ഇറ്റ് ഔട്ട് ആൻഡ് ഐ എം റാപ്പിംഗ് ഇറ്റ് ഓഫ് ആസ് വെൽ. താങ്ക്സ് ലോട്ട്, ബൈ.